Welcome back to Video. Guys, ഇന്നത്തെ വീഡിയോ സോളിഡ് vs ലിക്വിഡ് ചാലഞ്ച്. എടാ നാടൻ പെമ്പിള്ളേരെയൊക്കെ ട്രെൻഡ് കഴിഞ്ഞ് ഇപ്പൊ പൂക്കിയാണ് പൂക്കി. ഓക്കെ ഗൈസ്, ഇത് പുതിയ ആളാണ് നമ്മുടെ വിക്കിടോക്സിലെ പുതിയ ഒരു പുതിയ ക്രിയേറ്റർ. ആദ്യം പേര് പരിചയപ്പെടുത്തും. രാഹുൽ എന്നാണ് ഗൈസ് പേര്. തൃശ്ശൂരാണ് വീട് ഗൈസ്. ഓക്കെ, രാഹുലിന്റെ പേര് ശരിക്കുള്ള പേര്. ഓക്കെ, ഇനി നമ്മുടെ കുറച്ചാൾ നമ്മുടെ കൂടെ ഉണ്ടാവും വെക്കേഷൻ തീരുന്നവരെ, വെക്കേഷൻ തുടങ്ങുന്നവരെ. സോളിഡ് vs ലിക്വിഡ് ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. ഓക്കെ, സോ അപ്പൊ അതിനുവേണ്ടി നമ്മുടെ KMC കൊമ്പനും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ചാർലി ബി സി ഗൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. സോളിഡ് vs ലിക്വിഡിന്റെ നമ്മൾ പാർട്ട് 1 നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, കുറെ മുന്നേ. അപ്പൊ ഇതിന്റെ പാർട്ട് 2 ആണ് ഗൈസ് ഇത്. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ചിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ 4 റൗണ്ട്സ് ആണ് ഈ ചാലഞ്ചിൽ വെച്ചിട്ടുള്ളത്. കൈ മാറ്റി 4 റൗണ്ടാണ് ഗൈസ് ടോട്ടലി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ 4 റൗണ്ടിലും 4 ഗെയിംസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ആ ഗെയിംസ് വിൻ ചെയ്യുന്നവരായിരിക്കും അവർക്ക് സോളിഡ് വേണോ ലിക്വിഡ് വേണോ എന്ന് തീരുമാനിക്കുന്നത്. യെസ്, അല്ല ഇപ്പൊ ഞാനും ചലഞ്ച് കളിക്കാൻ പോകുന്നേ. നീ vs ചാർലി. ഓ ഉടായ്പ ഇത് വന്നപ്പോഴത്തേക്കും ആശാൻ ഇറങ്ങിയില്ല. ഫുള്ള് നല്ല സാധനങ്ങളാ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കളിച്ചല്ലേ, മറ്റേ എന്തൊക്കെയാ അടിച്ചിറക്കി തന്ന. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് കാര്യം ചെയ്യാം. നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിൽ ആദ്യം എന്ത് ഫുഡാണ് വെക്കുന്നത് എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റത്തെ ഗെയിം എന്താന്നുള്ളത് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗെയിമിൽ ജയിക്കുന്നവരായിരിക്കും, അവർക്കാണ് അവസരം കിട്ടുക സോളിഡ് വേണോ ലിക്വിഡ് വേണോ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഗെയിം കളിച്ചതിന് ശേഷം ഫുഡ് വെക്കണോ അതോ ഫുഡ് വെച്ചതിന് ശേഷം ഗെയിം വേണോ? ഏത് വേണം? കഴിച്ചിട്ടല്ല, ഗെയിം കഴിഞ്ഞിട്ട് ഫുഡ് മതി. ഗെയിം കഴിഞ്ഞിട്ട് ഫുഡ് മതി. ഫുഡ് കിട്ടിയില്ലെങ്കിലോ. അപ്പൊ നീ ഗെയിം കഴിഞ്ഞു, എന്നിട്ട് സോളിഡ് ആണ് ലിക്വിഡ് എങ്ങനെ ചൂസ് ചെയ്യും? ഗെയിം കഴിയുമ്പോൾ ഫുഡ് എന്നിട്ട് ചൂസ് ചെയ്യുന്നുള്ളൂ. ഓ അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ ഗെയിമിലേക്ക് പോകാല്ലേ? റെഡി അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ഇടുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിൽ ഗൈസ് നമ്മളൊരു മൊബൈൽ ഗെയിമാണ് ഗൈസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഗൈസ് അപ്പൊ ആദ്യം ആരാണ് കളിക്കുന്നത്? ആദ്യം കളിക്കുന്നത് ലേഡീസ് ഫസ്റ്റ് കളിച്ചോ. ഓക്കെ, അപ്പൊ ചലഞ്ച് കളിക്കണം. ഇതാണ് ഫ്രൂട്ട് നിഞ്ച ഗൈസ്. ഓക്കെ, നമ്മള് ഫസ്റ്റ് കളിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രൂട്ട് നിഞ്ചയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ 3, 2, 1 മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ പോയിന്റ് ആരാണ് എടുക്കുന്നത് അവർക്ക് ചൂസ് ചെയ്യാം ഏതാണെന്നുള്ളത്. എന്തായാലും മാങ്ങ വരുവാണെങ്കിൽ വെട്ടരുതാ. മാങ്ങ വെട്ടാൻ പാടില്ല. ഇടക്ക് ബോംബ് വരും, അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പണി പാളും. ഓക്കെ, 19 പോയിന്റ് കഴിച്ചു. 20, 21, 22, 23, 24 പോയിന്റ്, 25 പോയിന്റ്, എന്റെ 26 പോയിന്റ് കഴിച്ചു. ഓക്കെ, ഒരു ഫ്രൂട്ട് 3 ലൈഫാണുള്ളത്. ഒരു ഫ്രൂട്ട് മിസ് ആയി കഴിഞ്ഞാൽ പിന്നാന്നായിരിക്കും. ഓക്കെ ഗൈസ്, പെട്ടെന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കണം. 37 സ്കോർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബോംബ് പൊട്ടിയാണ് ജസ്റ്റ് മിസ്സിനാണ്. വെട്ടിക്കൊണ്ടിരിക്കുക. അത് കൂടുതൽ പോയിന്റ് കിട്ടും, അതാണ് അതിന്റെ പ്രത്യേകത. 73 പോയിന്റ് ഗൈസ്. ഹൈ സ്കോർ ഓൾറെഡി 452 ആണ്. അത് വേറെ ആരോ ചെയ്ത് വെച്ചോ. അപ്പൊ ബ്രോ തോൽവി സമ്മതിച്ച് കളിക്കുന്നതിന് മുന്നേ ഒരു ഗെയിമറാണ്. ബോംബ് തൊട്ടാ ബോംബ് പൊട്ടും. ഒരു ലൈവ് പോലും വരെ പോയിട്ടില്ല ഗൈസ്, കാരണം ഇത് ടഫ് കൂടി വരുന്നുള്ളൂ. ഗെയിമിന് ഓരോ ലെവലുണ്ടാവും. 2 പോയി ഗൈസ്, അത് പറഞ്ഞപ്പോ 2 പോയി. ഓക്കെ, ലൈവ് കൂടി ഉള്ളൂ. താങ്ക് യു 134 പോയിന്റ് ഗൈസ്. ഓക്കെ, പൊട്ടിക്കടാ, ബോംബ് തൊട്. അതന്നെ ആപ്പിള് ഓറഞ്ച് മാക്സിമം പൊട്ടിക്കോ, അത്രയും പോയിന്റ് എന്താ കിട്ടും. 10 ഹിറ്റ് കഴിച്ചൊക്കെ 10 വെട്ട് പൊട്ടിണ്ടാവും. അതങ്ങനെ തന്നെയാണ്, അതതിന്റെ എഫക്റ്റ്. അത് ബോംബെ ഇത് പൗളാട്ടത്. 200 പോയിന്റ്. ഒരു ബോംബിൽ തൊട് കൊമ്പ പൊട്ടി തെറിക്കട്ടെ, അതല്ല അതിന്റെ 2 ലൈഫ് പോയി. അത് പോയിന്റ് കയറുന്നവരെ ഇടക്ക് അവരിത് കിട്ടും, ഒരു ലൈഫ് അധികം കിട്ടും ബ്രോ. 16, 20, 19 ഹിറ്റ്. ബോംബ് തൊട് ബ്രോ. 287
288 സ്കോർ ആണ് ഗൈസ്. ഓക്കെ, ഇവിടെ കൊമ്പന് കിട്ടിയിട്ടുള്ളത് 288 പോയടാ ഒന്നുമില്ല ഗൈസ്. അപ്പൊ എന്തായാലും കൊമ്പൻ 288 സ്കോർ ആണ് ഗൈസ് ഇവിടെ ഫ്രൂട്ട് നിഞ്ചയിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് നിങ്ങളുടെ ഫ്രൂട്ട് നിഞ്ചയിലെ ഹയസ്റ്റ് സ്കോർ എത്രയാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്റെ 1500 ആണ്, നിങ്ങളുടെ എത്ര എന്നുള്ള ജസ്റ്റ് കമന്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പൊ ഇനി ചാർലിയാണ് ഗൈസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ചാർലി വെട്ടിക്കാനെ കളി സ്റ്റാർട്ട് ചെയ്യും. നോ ബോഡി ടച്ച് ബോളാണ്. നിനക്ക് ഒരു ബോഡി ടച്ചിന് നിനക്ക് 100 പോയിന്റ് വെച്ച് കുറയ്ക്കും. 288 ആണ് കൊമ്പന്റെ സ്കോർ. ഇങ്ങോട്ടൊന്നും അവിടെ കുറയ്ക്കുന്നു. ഓക്കെ, 3 2 ഓക്കെ. വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. ഇപ്പത്തെ ബോംബ് നോക്കി പെട്ടെന്ന്. അപ്പൊ ബോംബിൽ തൊട്ടേനെ. ഇപ്പൊ ബോംബൊക്കെ പൊട്ടിക്കും. 27 പോയിന്റ്, 29. ഇപ്പൊ ബോംബ് വരും. അങ്ങനെ വെട്ടി ജസ്റ്റ് മിസ്സിന് കാഴ്ച. ഓക്കെ, എന്തായാലും 3 ലൈഫ് സ്റ്റിൽ ഉണ്ട്. 21 പോയിന്റ്. അത്രയും വരൂലേ? 3 ലൈഫ് ബാക്കി, 100 പോയിന്റ്. എത്ര ലൈഫ് പോയി? ഞാൻ പേടിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചേ ഒരു ലൈഫ് പോകുന്നല്ലേ? നീ എന്താ വിചാരിച്ചാ? ഒരു ലൈഫ് ബോൾ വിചാരിച്ചല്ലേ? ബോംബ് ഈസ് ഡേഞ്ചർ. ലൈഫ് പോകുന്നത് നമ്മൾ ഏത് ഫ്രൂട്ട് ഓരോ ഫ്രൂട്ട് മിസ്സാക്കുമ്പോഴാണ് ഓരോ ലൈഫ് പോകുന്നത്. ബ്രോ വെൽ പ്ലേഡ്. ഓക്കെ, എന്തായാലും 103 കൊമ്പന്റെ പകുതി പോയിന്റ് പോലും ഇവിടെ ചാല ബിസിഫിക്ക് നേടാൻ സാധിച്ചില്ലെങ്കിലും നന്നായി കളിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ വിന്നർ നമ്മുടെ KMC കൊമ്പനാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലെ ഫുഡ് ഐറ്റം കൊണ്ടുവരാം ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് റൗണ്ടില് ഗൈസ് നമ്മൾ ഇവിടെ ലിക്വിഡ് ആയിട്ടല്ല സോളിഡ് ആയിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റും ആൻഡ് ലിക്വിഡ് ആയിട്ട് ഗൈസ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ലിക്വിഡ് ആക്കിയതുമാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലുള്ളത്. അപ്പൊ ഇതുപോലെ 4 റൗണ്ടിൽ ഗെയിംസ് വരുന്നു, 4 റൗണ്ടിൽ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിന്നർ കൊമ്പനാണ്. അപ്പൊ നമ്മൾ കൊമ്പൻ ചോദിക്കാം, കൊമ്പ സോളിഡ് വേണോ ലിക്വിഡ് വേണോ? സോളിഡ് ആണ് ഗൈസ്. അപ്പൊ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്രോ ലിക്വിഡ് കുടിച്ചോന്ന് പറയാം. അപ്പൊ സോളിഡ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ആണ് ആൻഡ് ലിക്വിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓറിയോ ഷേക്ക്. മണത്തോക്കരുത്, ചിലപ്പോൾ ഛർദ്ദിക്കാൻ വരും. ബ്രോ വെള്ളത്തിട്ട് അടിക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ബ്രോ കഴിച്ചോ? ഫ്രഷാ? വെള്ളത്തിൽ അത് കാണുമ്പോൾ തന്നെ എന്താ പോലെ ഇരിക്കുന്നത് ബിസ്ക്കറ്റ് ഒക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കാനയിൽ കിടന്ന വെള്ളമില്ല, കാന വെള്ളത്തിന് കാനയിൽ ഇവിടെ ഗൈസ് ഒക്കെ നമ്മുടെ സോളിനോട് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ ഗൈസ്. ഇനി വരുന്ന അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട്. എങ്ങനെ ബ്രോ മച്ചാ? അടിപൊളിയല്ലേ മച്ചാ? മച്ചാ അത് ഫുള്ള് കുടിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ടല്ലേ? ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഫസ്റ്റത്തെ റൗണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇനി നമ്മളോട് ഒരു പ്രതീക്ഷയും വേണ്ട, ഒരു പ്രതീക്ഷയും വേണ്ട. ഇളക്കി കുടിക്കും ബ്രോ. അതല്ല അതിന്റെ ഇളക്ക് ഇങ്ങനെ ഇളക്കി അങ്ങനെ ഇളക്കി കുടിയ ഒറ്റ എല്ലാം കൂടെ കൂട്ടി വലിച്ചു കുടിക്കാനുള്ളൂ. ഇത്ര നല്ല സാധനം വേറെ സ്പൂൺ മാറ്റിച്ച് ഒരു വലിയ വെച്ച ഈ ക്രീം എടുത്തോ? ഓ ക്രീമല്ല, അത് ബിസ്ക്കറ്റ് ആണ്. അത് കളയില്ല എല്ലാം ഇട്ട് മിക്സ് ചെയ്ത ബിസ്ക്കറ്റ് ഒന്നും അല്ല, അത് വേറെ എന്താ സാധനങ്ങളാണ് അല്ല. അതായത് ആ വെള്ള ക്രീമാണ് അത്. ബിസ്ക്കറ്റ് ഇടയിലുള്ള ക്രീമില്ല, അതാണത്. മൂക്കും ഇത് ബാലൻസ് ചെയ്ത് ഫുള്ള് നിർക്കാൻ പറ്റത്തില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോകട്ടെ? കൊണ്ടുപോകും. വീട്ടിൽ അല്ല റൂമിലേക്ക് കൊണ്ടുപോകും. ധൈര്യമായിട്ട് കുടിച്ചോ, കാരണം ഇന്നുള്ള റൗണ്ടിൽ ഇതുപോലത്തെ നല്ല സാധനങ്ങളൊന്നും കിട്ടുകയല്ല ലിക്വിഡില്. ഇപ്പളെ കുടിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ കുടിച്ചോ. ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയും വേണ്ട കാഴ്ച. അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത്. മതി പുള്ളി കൂടിയതാ അങ്ങോട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഗൈസ് ഇവിടെ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ലിക്വിഡ് വേസ്റ്റ് സോളിഡ് വേസ്റ്റ് ലിക്വിഡ് ചാലഞ്ചിൽ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. സോ എന്ത് ഗെയിമാണ്, എന്ത് ഫുഡ് ഐറ്റം ആണ് വരാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല. ഇവിടെ അടി കുടിക്കാനെ രണ്ടിന് ചന്തിന് അടിച്ചു പൊട്ടിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അടുത്ത ചാലഞ്ചിലേക്ക് പോവാം. സോറി, അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഗൈസ് അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പൊ അടുത്ത റൗണ്ട് ഗൈസ്, അപ്പോ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടില് ചാലഞ്ച് ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിൽ ഗെയിം എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ടേബിളിന്റെ മുകളിൽ നമ്മൾ ഒരുപാട്
പോയല്ലേ സാറല്ല. ഓക്കെ, കൈയോടെ കൊണ്ടുവച്ചു. ഓക്കെ, ടേബിളിന് മുകളിൽ ഒരുപാട് പേപ്പർ ഗ്ലാസ് ഒക്കെ നമ്മൾ കമത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ബ്ലൈൻഡ് ആണ്, ഇവർ ഇത് കണ്ടിട്ടില്ല, ഇതൊന്ന് സെറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലൈൻഡ് ഫോൾഡ് എടുത്ത് മാറ്റാം. ഓക്കെ, എടുത്ത് മാറ്റിക്കോ. ബ്ലൈൻഡ് ഫോൾഡ് എടുത്തിട്ട് ഓക്കെ എൻ്റെ കൈ കൊണ്ടാ. അപ്പോൾ കുറേ പേപ്പർ ഗ്ലാസ് ഇവിടെ കമത്തി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ആൻഡ് ഈ കുറേ എത്ര ഉണ്ട് കേട്ടോ, ഒന്ന് എണ്ണിക്കാം. മാക്സിമം 5 4 9 50 ഉറപ്പാണോ? ഉറപ്പല്ലേ? ഓക്കെ ഗൈസ്, കൊമ്പൻ 16 എന്ന് പറയുന്ന സ്ഥിതിക്ക് 16 പേപ്പർ ഗ്ലാസ്. ഓക്കെ, 16 പേപ്പർ ഗ്ലാസ് ഉണ്ട് ഇതിൽ. ഈ 16 പേപ്പർ ഗ്ലാസ്സിലെ ഒരു പേപ്പർ ഗ്ലാസിന്റെ ഉള്ളിൽ ഒരു ബോൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ആ ഒരു ബോൾ ആദ്യം ആരാണ് കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും അടുത്ത റൗണ്ടിലെ സോളിഡ് ഏതാണ്, സോളിഡ് വേണോ ലിക്വിഡ് വേണോ എന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കൊമ്പനാണ്, ഉദാഹരണത്തിന് കൊമ്പനാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ കൊമ്പൻ ഒരു ബോൾ എടുക്കും, അതുപോലെ തന്നെ അടുത്തത് ഇവനായിരിക്കും എടുക്കും. കട്ടിൽ കിട്ടുന്നവരെ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തോണ്ടിരിക്കാം. ഇതെന്താ അല്ല, ചാർലിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നടക്കത്തില്ല, പറ്റത്തില്ല. ഇതിനകത്ത് ആദ്യം ഇപ്പൊ അവസരം കൂടുതൽ കിട്ടുമല്ലേ? അതെങ്ങനെ? എടി ഇപ്പൊ ഫസ്റ്റത്തിൽ തന്നെ ചാർലി എടുത്താൽ എനിക്ക് അവസരം കിട്ടാതെ ഞാനങ്ങനെ നോക്കില്ലേ? അതാ ഇവിടെ ഓർഡർ ഇവൻ ആയിക്കോട്ടെ. ഓക്കെ, ഓർഡർ ഇവൻ സ്റ്റോൺ പേപ്പർ സീസർ കളി. സ്റ്റോൺ പേപ്പർ സീസർ 3 ആണോ? സ്റ്റോൺ പേപ്പർ സീസർ 1, സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ 2, സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ 1, സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ. അപ്പൊ ചാലിലാണ് ആദ്യം തുറക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ചാല് തുറന്നു, അതിൽ ബോൾ ഇല്ലെങ്കിൽ അടുത്തത് കൊമ്പൻ തുറന്ന് ബോൾ ഇല്ലെങ്കിൽ അടുത്ത ചാല്, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ തുറന്ന ഗ്ലാസ് നിങ്ങൾ ഒന്നിൽ കമത്തി വെക്കുക, അതുപോലെ ഏതോ എങ്ങനെ വെച്ചോ, കമത്തി വെച്ചോ അല്ലേ? തിരിച്ചു വെക്കണോ? ഓക്കെ, എടുത്ത ഗ്ലാസ് തിരിച്ചു വെക്കുക. ഓക്കെ, പോയി. ഇതിനകത്ത് പോസിബിലിറ്റീസ് നോക്കിയതാണ് ഞാൻ. മാത്രം ആരും ശ്രദ്ധിക്കില്ലെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അത് അതല്ല, ഞാൻ ഈ മൂല ഞാൻ ഇവിടെ നോക്കിയത്. ഇവിടെ അല്ല, അവിടെ ഫസ്റ്റ് റോ നമ്മൾ ഇങ്ങനെ തുറക്കുന്നുള്ള അല്ലെങ്കിൽ ഇവിടെ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് റോ ഒന്നെങ്കിൽ തുറക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ അറ്റം തുറക്കും, അല്ലെങ്കിൽ സെന്റർ തുറക്കും, അങ്ങനെയാ ഉദ്ദേശിച്ചത്. അപ്പൊ ഒന്നെങ്കിൽ ഇവിടെ ഒരു തേങ്ങ കാണത്തില്ല. നീ തുറന്നില്ല. അപ്പൊ നമ്മുടെ ഈ രണ്ടാമത്തെ റൗണ്ടിലെ ഫുഡ് ഐറ്റം റോബസ്റ്റ് പഴം വിത്ത് പഴം ജ്യൂസ് ഗൈസ്. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ഇവിടെ എല്ലാം സെറ്റ് ആക്കി ഗൈസ്. ഓക്കെ, പിന്നെ വേറെ സെറ്റ്, ഞാനത് കള്ളക്കളി കളിച്ചെന്ന് പറയില്ല, അത് എനിക്ക് കറങ്ങി കുത്തി കിട്ടിയ കേട്ടാ. കള്ളക്കളിയിൽ ഞാൻ ശ്രമിക്കുന്ന ഒന്നുണ്ട് ഗൈസ്. അത് കമന്റിൽ സമ്മതിക്കില്ല. ഇത് മുട്ടയല്ല, പഴമാണ്. ഇത് പഴം വെള്ളം. പ്രോട്ടീൻ മുട്ട നല്ല പഴം വെള്ളമാ. റോബസ്റ്റ് ഇച്ചിരി പാല് ഒഴിച്ച് ഒരു ബൂസ്റ്റ് കൂടെ പൊട്ടിച്ചു ആണല്ലേ? എന്നാ എനിക്ക് ഞാൻ അബിൽ മിൽക്ക് ഉണ്ടാക്കി തരാം. അടി. സോളിഡ് നമ്മുടെ KMC കൊമ്പിനാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ബനാന ആൻഡ് ഇവിടെ ലിക്വിഡ് ഗൈസ് ചാർലിക്കും. എന്നാലും ചാർലിന്റെ ആ ഒരു ഇത് ആ സ്റ്റോൺ പേപ്പർ ജയിച്ചപ്പോ എന്തൊക്കെ ചോദിക്കട്ടെ, രണ്ടാമത്തെ റൗണ്ടിൽ ഇത്രയും മുടായ്പ സാധനമാണെങ്കിൽ അടുത്ത റൗണ്ടിൽ എന്തായിരിക്കും? അതായത് ഞാൻ പറഞ്ഞു, ഇനി ഒരു ദാശന്യം വേണ്ടെന്നുള്ള ഒരു കണ്ടിച്ചോരില്ല. 2 മൊബൈൽ ഗെയിമും കൂടെ കൊണ്ടുപോയി തരാമോ ബ്രോ? അടുത്ത റൗണ്ടിൽ ഇതേപോലെ ലിക്വിഡ് അടിക്കണം കേട്ടാ. എന്താ കാണിക്കുന്നേ? എന്തായാലും സോളിഡ് ഗൈസ് KMC കമ്പനി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലിക്വിഡ്. അപ്പൊ ഇത് കുടിച്ചോ. ഇത് മണക്കേണ്ട ആവശ്യമില്ല. മണത്തിന് ചത്തു മണക്കരുത്. എന്നാലും താടിയൊക്കെ പഠിച്ച് സുന്ദരനായിട്ട് വന്ന സമയത്ത് ഫുള്ള് ചീത്ത വായി കയറിയിട്ട് പോകില്ലായിരുന്നട്ടാ ബ്രോ. 5 സ്പൂൺ കുടിക്കാം. സെറ്റാ ഒരു കുഴപ്പമില്ല. എടാ വെറും പഴമാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണം. വെറും പഴം. നിങ്ങൾ വേണമെങ്കിൽ ഇതുപോലെ റോബസ്റ്റ് പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഇതുപോലെ വെള്ളം കൂട്ടി കുടിച്ചു നോക്കാം. കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുക, പെട്ടെന്ന് പഴം ഇറങ്ങി പോകാൻ വേണ്ടി. നീ താടിയൊക്കെ പഠിച്ച് കുട്ടികളായാലേ. അത്രേ ഉള്ളൂ.
അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഈ ഓക്കാനിക്ക് കുഴപ്പമില്ല. ഒരു സിപ്പ് കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ആശാനെ ഛർദ്ദിക്കണ ഞാൻ വെക്കുവാണ് ഓടി നടന്ന് ഞാൻ വെക്കും. ഞാൻ പിടിച്ചു വെക്കാം, അവനെ ഇവിടെ പിടിച്ചു വെക്കാം. കുടിച്ചോ. അടുത്ത ചലഞ്ചുണ്ട്, ഞാൻ തോറ്റി തരും, എന്നിട്ട് ഞാനൊന്ന് വായ അത്രേ ഉള്ളു. സെറ്റാ. ഇല്ല കൂൾ ഇറക്കി. അത്ര ശരി ഓക്കെ. എന്നാലും അപ്പൊ ലിക്വിഡ് ഗായ്സ് ഒക്കെ ഇവിടെ കുടിച്ചിട്ടുണ്ട്. സെറ്റല്ല, ഓക്കെ അല്ലേ? ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും നമ്മുടെ ചാലഞ്ച് രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു ഗായ്സ്. അപ്പൊ ഇനി മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകുന്നതിന് ഗായ്സ് ഇപ്പൊ അറിയാലോ, രണ്ടാമത്തെ റൗണ്ടിൽ നമ്മള് പണിയായിട്ട് ബനാനയാണ് ഗായ്സ് നമ്മൾ കൊടുത്തത് ഗായ്സ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത റൗണ്ടിൽ എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. ലെറ്റ്സ് ഗോ ഫോർ റൗണ്ട് 3 ഗായ്സ്. അപ്പൊ ഈ ഒരു ചാലഞ്ചിലെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും ഒരു മൊബൈൽ ഗെയിം ആയിട്ടാണ് ഗായ്സ് വന്നത്. ഫസ്റ്റ് നമ്മുടെ ചാനലാണ് ഗായ്സ് കളിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഗെയിം മറ്റൊന്നല്ല ഗായ്സ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ സ്വന്തം ഹിൽ ക്ലൈംബേഴ്സ് ആണ് ഗായ്സ്. ഓക്കെ, മപ്പ് സാധനമാണ്. അപ്പൊ സ്റ്റാർട്ട് കൊടുത്ത് തന്നെ കളി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വേറെ വണ്ടി ഒന്നും എടുക്കാമല്ലോ. ഒറ്റ വണ്ടി എടുക്കാം. ഈ വണ്ടി മാത്രം എടുക്കാമോ? ഓക്കെ 65 മീറ്റർ, 130, 50 മീറ്റർ, 150. ഇടയ്ക്ക് ഫ്യൂളിൽ എടുക്കണം കേട്ടോ. ഫ്യൂളിൽ എടുത്തില്ലെങ്കിൽ അറിയാലോ ചത്തുപോകും. 230 മീറ്റർ ബോർഡസ് ഒക്കെ കോയിൻ എടുത്ത് ബോർഡസ് കൂടി കൂട്ടിയിട്ട് 252 മീറ്റർ ആണ് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി അടുത്ത് നമ്മുടെ കൊമ്പനാണ് ഗൈസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണെന്നറിയില്ല. സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, 3, 2, 1. എഴഞ്ഞു പോകുന്ന ബ്രോ പെട്ടല്ലോ വീണ്ടും. ബ്രോ ഞാൻ ജയിക്കാൻ വേണ്ടിട്ട് ഞാനേ പലതും ചെയ്യും. പക്ഷെ കാര്യമില്ല, അത് ആ സ്റ്റേജ് നമ്മളെ കുഴപ്പിക്കും. അയ്യോ കൊമ്പ, അയ്യോ കൊമ്പ വീട്, അയ്യോ വണ്ടി പോവേണ്ടേ. അപ്പൊ ബ്രോ അടുത്തത് കുടിക്കാൻ 270 മീറ്റർ ആയി ബ്രോ. ഇനി ഞങ്ങൾ പറക്കും. പറക്കറിയാനായിട്ടല്ലേ ഇതുണ്ടാ. ബീരുക്കളാണ് പയ്യെ പോകുന്നത്. ഇതുണ്ട് അത് കഴിഞ്ഞിട്ട് ഏകദേശം 468 മീറ്റർ ആണ് ഗൈസ്. അപ്പൊ ഈ റൗണ്ടിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു സ്പെഷ്യൽ എന്താണ് തുറന്നു നോക്കി. ലിക്വിഡ് സോളിഡ് ആണ് തുറന്നു നോക്കി പോകുമ്പോ എന്താണ് പറയുക വിഷയം. അതെന്താന്ന് ചോക്ലേറ്റ് കേക്ക്. ഓക്കെ ഗൈസ്, ഒരു കിഡിലെ ചോക്ലേറ്റ് കേക്ക് ആണ്. ആൻഡ് ആ ചോക്ലേറ്റ് കേക്കിനെ നമ്മൾ ലിക്വിഡ് ആക്കിയതാണ് ഇത്. ഇച്ചിരി കട്ടി ലിക്വിഡ് കുടിച്ചോ, ഞാൻ സോളിഡ് തിന്നോളാം. ഇച്ചിരി കട്ടി കൂടി പോയിന്നോളൂ ബ്രോ. കിഡിലെ സാധനം ആയിരിക്കും. ഞാൻ ഇതൊന്ന് മാറ്റി തരാം. അത് മാറ്റോ. സോറി എനിക്കിത് ഗൈസ്, അപ്പൊ സോളിഡ് ആണ്. സോളിഡ് ചൂസ് ചെയ്തില്ലല്ലോ. ഞാൻ ബ്രോ ലിക്വിഡ് കുടിച്ചോ ഞാൻ പറഞ്ഞു. ഞാൻ സോളിഡ് ഞാൻ വെറുതെ ഇട്ടോക്കി കയറി പിടിച്ചാക്കി. ഇത് ഞാൻ പറഞ്ഞില്ലേ, നീ എങ്ങനെ ജയിപ്പിക്കും എല്ലാ റൗണ്ടിലും പറയണേ. സത്യം ലിക്വിഡ് ആണ് ഇങ്ങോട്ട് ചാല ഇവിടെ ഹാവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഹാവിങ് ലിക്വിഡ് കേക്ക്. ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. 3 റൗണ്ട് കഴിഞ്ഞു. 3 റൗണ്ടിൽ വൻ തോൽവി ആയിരുന്നു. അടുത്ത റൗണ്ടെങ്കിലും എന്തെങ്കിലും എനിക്കെതിരെ കമന്റ് വരും. ഞാനാണ് ചാർലിക്ക് ഇതൊക്കെ കൊടുത്തതെന്ന് പറയാം. അതുകൊണ്ട് ആ കമന്റ് വരാതിരിക്കാതെ അടുത്ത റൗണ്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം. ഞാൻ തോറ്റോളാം. എനിക്ക് കണ്ണു കിട്ടും. നീ അടുത്ത കളി തോറ്റു കൊടുക്കുന്നോ? അല്ലാണ്ട് തോക്കുന്ന ഉറപ്പായതുകൊണ്ടല്ല. അങ്ങനെ ഉറപ്പാണ്. നീ അടുത്ത കളി തോറ്റ കൊടുത്താൽ നീ റിഗ്രറ്റ് അടിക്കും. അടുത്ത റൗണ്ട് വാശിയേറിയ റൗണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ആയിട്ട് ആദ്യം ഫ്രണ്ടിൽ വെക്കും, എന്നിട്ടായിരിക്കും കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ലാസ്റ്റ് റൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ അടിപൊളി ബർഗർ ആണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ഒരു ലാസ്റ്റ് റൗണ്ടിൽ വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി തന്തൂരി ബർഗർ ഗൈസ്. ഓക്കെ, തന്തൂരി ബർഗർ ഹിയർ. ആൻഡ് ആണുങ്ങൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കണം. ഈ കളി ആരും തോറ്റു അങ്ങനെയാണ് ചാളി, അങ്ങനെ ജയിക്കാനേ പറ്റുള്ളൂ ചാർലിക്ക്. അതുപോലെ ഗൈസ് നമ്മുടെ ബർഗർ ജ്യൂസ്.
എന്താ ലുക്ക് അറ്റ് ദിസ് സ്വീറ്റ് ബർഗർ ജ്യൂസ് ആണ് ഗൈസ്. ഓക്കെ, ഈ ഒരു റൗണ്ടിൽ അല്ല ഞാൻ ചോദിച്ചു ഈ വെള്ളം എങ്ങനെ ഇത്ര വന്നേ? വെള്ളം, പച്ചവെള്ളം. പച്ചവെള്ളത്തിന് എങ്ങനെ വെള്ളം താങ്ക് യു. ഓക്കെ ഗൈസ്, അപ്പോ ഇനി നമുക്ക് നമ്മുടെ ഗെയിം എന്താന്ന് പറയണം ഗൈസ്. എന്നാലാണ് ഇത് ആർക്കൊക്കെ കിട്ടാൻ പോണെന്ന് അറിയത്തുള്ളൂ. ഓക്കെ, സോ അപ്പൊ റെഡി അല്ലേ? KMC കുമ്മൻ സാറിലെ ഗെയിം പറയട്ടെ. ഈസി ആയിട്ടുള്ള ഗെയിമാണ്. കളി തുടങ്ങുന്നതിന് മുന്നേ കളിക്കുന്ന ആളുടെ കണ്ണ് ഞാൻ ബ്ലൈൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് വെച്ച് ബ്ലൈൻഡ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ 4 പേപ്പർ കപ്പ് ഉണ്ടാവും. 4 കളറുള്ള 4 പേപ്പർ കപ്പ് ഉണ്ടാവും. അതേ കളറിന് സെയിം ആവുന്ന ബോളും നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ചൂസ് ചെയ്തിട്ട് അതാത് കറക്റ്റ് കളറുള്ള കപ്പിൽ നിങ്ങളുടെ ആ ബോൾ ഇടണം. അപ്പൊ ചോപ്പ് ബോൾ ആണെങ്കിൽ ചോപ്പ് കപ്പിൽ ഇടണം. അപ്പോൾ 1 പോയിന്റ് ആയി കൂട്ടും. അങ്ങനെ 4 കപ്പും 4 ബോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ പോയിന്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ആ 4-ൽ എത്ര കൂടുതൽ ആരാണ് കൂടുതൽ പോയിന്റ് എടുക്കുന്നത് അവരായിരിക്കും ഇത് ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഡ്രോ വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും റീമാച്ച് കളിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഞാൻ കള്ളക്കളി കളിക്കില്ല. കള്ളക്കളി കളിക്കലുണ്ടെന്നാണ് പറയുന്നത്. ഇല്ല പിന്നെന്താ കളിക്കില്ലാന്നാ പറഞ്ഞേ. എക്സ്പോസ്ഡ്. ഏതാ അപ്പൊ ഈ ഇത്ര റൗണ്ട് തന്നെ വെറുതെ റൗണ്ടല്ല, ഇതിന് മുമ്പത്തെ ചലഞ്ചുകളിൽ കുറെ ഒക്കെ എന്തായാലും നമ്മുടെ ചാലഞ്ച് നമ്മുടെ ഗെയിം നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ ആദ്യം ആരാ കളിക്കുന്നത്? ആദ്യം രണ്ടുപേരും ഇല്ലേ? ഒരാൾ കഴിഞ്ഞു. അതെന്താ പറയാ, കണ്ണൊക്കെ അടിയിലൊക്കെ മൂടി പിടിക്കും. അത് പിടിക്കണം. ആ 2 എടുത്തേ. അപ്പൊ ഗൈസ് ഫസ്റ്റ് നമ്മുടെ കൊമ്പനാണ് ഗൈസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ് അവന്റെ കയ്യില് പേപ്പർ കപ്പും ബോളൊക്കെ ഉണ്ട്. ഇവിടെ കള്ളക്കളി കളിക്കാതിരിക്കാൻ വേണ്ടി നമ്മള് Z+ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ പോലെ 2 ബ്ലൈൻഡ് ഫോൾഡൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് കൊമ്പൻ മിക്കവാറും കള്ളക്കളി കളിക്കില്ല നമുക്ക് നോക്കാം. വെച്ചോ? വെക്കാൻ പോണല്ലോ. ഓക്കെ, സോ വെയിറ്റ്, ആദ്യം ഞാൻ ഇത് സോർട്ട് ചെയ്യട്ടെ. തല എന്താ നോക്കുന്ന അതിന് കാണത്തില്ലടാ. ഓക്കെ, ഇവിടെ വരെ തെറ്റി വരെ ഉണ്ട് ഇതൊക്കെ. നമ്മുടെ കൊമ്പന്റെ ഫ്രണ്ടില് 4 കളറുള്ള കപ്പ് ഉണ്ട്. അത് പണി വരുന്നു നിനക്ക്. കർമ്മ ഓക്കെ, ഞാൻ ഇടാൻ നേരത്തെ ഇനി അത് കപ്പൊന്നും ആരും തൊടല്ല. ഇല്ല അതൊന്നും തൊടില്ല. 4 കപ്പ് പെടുത്തുന്നുണ്ട്. ഓക്കെ, എനിക്ക് തൊട്ടോക്കണ്ടേ. തൊട്ടോക്കോ. ആ കൈ മാറ്റി കാണണ്ട, വീട്ടിൽ കണ്ടോ. ഓക്കെ, അപ്പൊ 4 കപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. അതുപോലെ 4 ബോളാണ് ഗൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓരോ കളറായിട്ട് എനിക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 4 ഒരുമിച്ച് കൊടുക്കും. ഞാൻ എങ്ങനെ ഇടുന്നത്? കളർ ഇതേതാ? അതേതാ പറഞ്ഞിരുന്നോ? അപ്പൊ അത് പറഞ്ഞിരുന്നില്ല. ഇതല്ലേ എനിക്ക് അതിനകത്ത് അത് പറഞ്ഞിരുന്നില്ല. 4 കപ്പുണ്ട്, 4 ബോളുണ്ട്. ഓക്കെ, ഇനി 2 ബോളാണ് പെൻഡിങ് ഉള്ളത്. ഓക്കെ, സോ വെയിറ്റ്. ഇനി കണ്ണൂർക്ക് നോക്കിക്കോ, ഏതാ കറക്റ്റാന്ന് നോക്കിക്കോ. 2 ശരിയാക്കി വിചാരിച്ചല്ലേ? ഓക്കെ ഗൈസ്, 2 ശരിയാക്കിയിട്ട് നമ്മുടെ റെഡും ബ്ലൂ ആണ് ഗൈസ് വീട്ടിലുള്ളത്. കറക്റ്റ് ആയിരുന്നു ഇവിടെ കൊമ്പനിട്ടത് ഗൈസ്. ഓക്കെ, അപ്പൊ 2 പോയിന്റ് കൂടെ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇത് ചാർലി 2 പോയിന്റോ അതോ അതിൽ കൂടുതൽ എടുത്തില്ലെങ്കിൽ ബ്രോ ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും ബ്രോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇനി ചാർലിയുടെ അവസരമാണ്. പറയാം ബ്രോ, ഇത് കഴിയട്ടെ. ഇവിടെ വെയിറ്റ്, കണ്ണ് പൂട്ടി എങ്ങോട്ടാ? കണ്ണ് പൂട്ടാണ്ടൊക്കെ നടക്കുക. ശ്വാസം കിട്ടുന്നില്ല. ബ്രോ ഇത് വെച്ചിട്ട് ഞാനിപ്പോ കളിച്ചത്. എന്നോടാണോ പറഞ്ഞത് ശ്വാസം കിട്ടണല്ലോ? ശ്വാസം വേണ്ടെന്ന് ഞാൻ വേണ്ട ബ്രോ. തല പൊക്കിയ വിട്ടു കേട്ടോ. ഇതേപോലെ തല വെച്ചോളാം കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കുന്നു ചിലപ്പോ. ഇനി നമുക്ക് ഗൈസ് ഓക്കെ, ഇനി പേപ്പർ ഗ്ലാസ് വെക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ 4 ബോൾ ഞാൻ ചാർലി കൊടുക്കാൻ വേണ്ടി പോണേ. ചാർലി ഒരു കൈ പിടിച്ചോ, 2 കൈ പിടിച്ചോ, ചത്തു പോകും ചിലപ്പോ. കറക്റ്റ് കേട്ടോ. 2 ഗ്ലാസോടെ. ഓക്കെ, 2 ഇട്ടു. ഇനി ബാക്കി 2 ഇടുന്നത്. ഒന്നും മിണ്ടരുത്. ഓക്കെ, ഓക്കെ, ഇനി തുറന്നു നോക്കൂ. റാഷിദ് ഞാൻ ഇപ്പഴേ പറയണേ, എനിക്ക് സോളിഡ് മതി കേട്ടോ. ഇല്ല, എനിക്ക് ശരിയായില്ല. റാഷിദ് എനിക്ക് കഴിക്കാമോ? കഴിക്കാം. ഞാൻ സോളിഡ് വേണ്ടെന്ന് പറഞ്ഞിട്ടോ. പറഞ്ഞു. അയ്യോ നോക്ക്, പ്രശ്നം. എന്തിനാ ഇവിടെ മാറ്റി ചിക്കന്റെ പീസ് വരെ ഉണ്ടായില്ലേ?
ബ്രോ ഇച്ചിരി വെള്ളം കൂട്ടി അടിച്ചെന്നുള്ളൂ, ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടാൻ അടിച്ച്. ഞാൻ ട്രൈ അടിച്ചു, ബ്രോ നോർമൽ അടിച്ച്. ബ്രോ ട്രൈ 4 റൗണ്ട് ഫെയിലായി ഗൈസ്. എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ചാർലിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ഇത് തന്തൂരി നിങ്ങർ ബർഗറാണല്ലേ. എന്റെ ലെഗ് പോയത് താടി ഞാൻ മടിച്ചപ്പോഴത്തേക്ക് താടിയിലാണ് ലക്ഷ്യം. മ്യൂസിക് റോട്ടിങ് നടക്കുന്നത്. അതെ അതെ, അത് കുടിക്കുമ്പോൾ വേറെ മ്യൂസിക് ഇടാൻ പറ്റും. പയ്യെ ചവട്ട് പോലെ ചിക്കൻ തൊണ്ടായി കൊടുക്കും ചത്തു പോകും. കുഴപ്പമില്ല അല്ലേ, അങ്ങനെ സംഭവം സത്യം കേട്ടോ. ഓ കിടില വേണം. കൊതി വിടല്ലടാ മറ്റൊരു വലിയ വലിച്ചേ. ഓ പൊളി. മണക്കരുത് ആദ്യം പറഞ്ഞു. മണക്കരുത് ആദ്യം തിന്ന് കഴിഞ്ഞിട്ട് അത് കുടിച്ചാൽ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് പിന്നെ ഇത് തിന്നാൻ പറ്റത്തില്ല. ഇവിടെ ശ്രമിക്കില്ലേ, അത് കുടിച്ച് അത് കുടിച്ച് പറ്റിച്ച എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. എനിക്ക് എന്ത് തേങ്ങ പറയാലും ഞാൻ തിന്നും കുടി. എന്നാലും ബർഗർ ജ്യൂസ് കുടിക്കാനുള്ള ഭാഗ്യം ചാർലിക്ക് മാത്രമേ ഉള്ളൂ. ഗൈസ് നിങ്ങളിത് വീട്ടിൽ അനുകരിക്കരുത്. ബർഗർ ജ്യൂസ് മിക്സ് ചെയ്യരുത്. എടാ തൂറ്റല് വരൂടാ. ടേസ്റ്റ് ഉണ്ട് ബ്രോ. ഛർദിക്കാൻ വരും, പക്ഷെ ഛർദിക്കരുത്. അതങ്ങനെയാണ്. അത് പാതയിനകത്ത് കിട്ടും. അപ്പൊ 1/2 സ്പൂണായി. ഒരു കുഴപ്പമില്ല. ജസ്റ്റ് നോർമൽ ഈ ഒരു കാണുന്ന ബർഗറിന് കൂടെ കുറച്ച് വെള്ളം കൂട്ടി, അത്രേ ഉള്ളൂ. ബ്രോ നല്ല ടേസ്റ്റ് ഒന്നും തോന്നുന്നല്ലോ ബ്രോ. അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ്. ശവത്തി ആ 2 അത്രേ ഉള്ളൂ. ചുണ്ട് കൂട്ടി പിടിയത്. ആക്ച്വലി അതിൽ വെള്ളമാണ് ചേർത്തെങ്കിലും അത് കാണുമ്പോ നമുക്ക് കാണുമ്പോ ഒരു വിയേർഡ് ഫീൽ ചെയ്യും ഗൈസ്. ഓക്കെ, സംഭവം അതിൽ ഒന്നുമില്ല, കൂടെ വെള്ളം ചേർത്ത്, അത്രേ ഉള്ളൂ. വീഴല്ലേ. പിടിച്ചു വെക്കട്ടെ. ഇന്നല്ലേ, ഇന്ന് ഞാൻ തുടങ്ങിയപ്പോ മുതൽ ഈ പരിപാടി ഇന്ന് ദിവസമേ എന്റെ ഷോകാണ്. കറക്റ്റ് ആ ബാഡ് ഡേ സോങ് നമ്മുടെ ചാലിക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നവരെ ടാറ്റാ. ചുമ്മാ നോക്കല് മതി